ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ ആത്യന്തികമായി വിജയിയായി തീരുന്നത് അയാളുടെ മനസ്സ് സംസ്കരിക്കപ്പെടുമ്പോഴാണ്. നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ പിന്നീട് ഏറ്റവും നന്നായിട്ട് അറിയാൻ കഴിയുക നമുക്കായിരിക്കും. പൊതുവിൽ മനുഷ്യർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ലപോലെ ആകർഷണീയമായി പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ ആകർഷകമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഗതികളും നമ്മൾ ഒരുക്കാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ തന്നെ തന്നെ ഉയർത്താൻ, തന്നെ തന്നെ ആകർഷകമാക്കാൻ, തൻ്റെ സ്വത്വത്തെ ആകർഷകമാക്കാൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകർഷകമാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിജയികളായിത്തീരുക. എൻ്റെയും നിങ്ങളുടെയും മനസ്സുകൾ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിന് ഒന്ന് രണ്ട് ചോദ്യങ്ങളിലൂടെ നമുക്ക് അക്കാര്യം ബോധ്യമാകുന്നതാണ്. നന്മയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, നന്മ നല്ലതാണ് എന്നുള്ളത്. പക്ഷേ നല്ലതാണ് എന്നറിയുമ്പോഴും അത്തരം നന്മകൾ ചെയ്യാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചീത്തയാണ്, മോശമാണ്, തിന്മയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ തിന്മയാണ് എന്ന് അറിഞ്ഞിട്ടും അത്തരം സംഗതികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാനസികാവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പടച്ചവനിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതെല്ലാം അറിയുമ്പോഴും ഒരു മനസ്സുമടുപ്പമില്ലാതെ താല്പര്യപൂർവം എത്ര കണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഉപദേശങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. പക്ഷെ ആ ഉപദേശങ്ങൾ എത്ര കണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. ഞാനൊരു 4-5 ചോദ്യങ്ങളാണ് എന്നോട് നിങ്ങളോടും ഉന്നയിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെയും നമ്മുടെ മനസ്സ്
ഉത്തരം നൽകുമ്പോൾ ഇനിയും നമ്മുടെ മനസ്സുകൾ സംസ്കരിക്കപ്പെടേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നന്മയാണെന്നറിയുമ്പോഴും പലപ്പോഴും നമുക്ക് ചില നന്മകൾ ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. തിന്മയാണ് എന്നറിഞ്ഞിട്ടും ചില തിന്മകളുടെ കൂടെ നമ്മൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അത്തരം അടുപ്പത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോവുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും നമ്മുടെ മനസ്സുകൾ സംസ്കരിക്കപ്പെടണമെന്നതാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 22-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഏതൊരാളുടെ മനസ്സിനെ അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാൻ വിശാലത നൽകിയോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അതേപോലെ തന്നെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കുന്നുവോ അത്തരം ആളുകൾ, ഫവൈലുലിൽ കാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മനസ്സ് കടുത്തുറഞ്ഞ പോലെ ആയ ആളുകളെപ്പോലെ ആകുമോ അവർ? അള്ളാഹു സന്മാർഗത്തിലേക്ക് മാർഗദർശനം നൽകിയവരും ഇസ്ലാം ഉൾക്കൊള്ളാൻ തങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയവരും പടച്ചവനിൽ നിന്നുള്ള പ്രകാശം ഹൃദയത്തിൽ കടന്നു പ്രവേശിച്ച ആളുകളും മനസ്സ് കടുത്തവരെ പോലെ ആകുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അക്കൂട്ടരാണ് വ്യക്തമായ വഴികേടിലുള്ള ആളുകൾ, ദുർമാർഗികളായ ആളുകൾ എന്ന് ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം പാരായണം ചെയ്തപ്പോൾ പ്രവാചകൻ്റെ അനുചരന്മാരായ സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, കൈഫ ഇൻഷിറാഹു സദ്റഹു, എങ്ങനെയാണ് ഒരാളുടെ ഹൃദയത്തെ വിശാലപ്പെടുത്തുക എന്നത്, എങ്ങനെയാണ് വിശാലപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നത്. കാല അവിടെ നിന്ന് പറഞ്ഞു, ഇദാ ദഖല നൂറുൽ ഖൽബു ഇൻഷറഹ വ ഇൻഫസഹ, ഒരാളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം കടന്നു ചെന്നാൽ തീർച്ചയായും ആ മനസ്സുകൾ വിശാലപ്പെടും, ആ മനസ്സുകൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുമാകെ പാകപ്പെടുന്നതാണ്. കൊല്ല, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഫമാ അലാമത്തു ദാലിക്, എന്താണ് ആ പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ, വിശാലമായിട്ടുണ്ടോ എന്നതിൻ്റെ ലക്ഷണം എന്താണ് എന്നാണ് അവർക്കറിയേണ്ടത്. കാല അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുൽദ്, ഒരു തിരിച്ചുപോക്കിനെ പറ്റിയുള്ള, പരലോകത്തേക്കുള്ള തിരിച്ചുപോക്കിനെ പറ്റിയുള്ള ഖേദപ്രകടനം. ദുനിയാവിൽ പലതും ചെയ്തു പോയിട്ടുണ്ട്, ആ ചെയ്തതിൽ നിന്നെല്ലാം ഖേദിച്ചു മടങ്ങിക്കൊണ്ടുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പാണ് ഒന്നാമത് ഒരാളിൽ ഉണ്ടാകുന്നത് എങ്കിൽ അത് ഈ പ്രകാശം ഹൃദയത്തിൽ പ്രവേശിച്ച ആളുകൾക്കുണ്ടാകുന്ന മാറ്റമാണ്. വതജാഫിയൻ ദാരിൽ ഉറൂർ, അതേപോലെ തന്നെ വഞ്ചനയുടെ ലോകത്തെന്നുള്ള കൃത്യമായൊരു ധൃതിപ്രകടനം, ഖേദപ്രകടനം അല്ലെങ്കിൽ വ്യഗ്രത എന്ന് പറയുന്നത്. വഞ്ചനയുടെ ലോകമെന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്. ആ ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളൊരു വ്യഗ്രത ഒരാൾക്കുണ്ട് എങ്കിൽ ആ വ്യഗ്രത സൂചിപ്പിക്കുന്നത് അയാളുടെ മനസ്സിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രകാശം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വതഅഹബുൽ മൗതി ഖബല നുസൂലിൽ മൗത്ത്, മരണം തന്നിലേക്ക് വരുന്നതിന് മുമ്പായി മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആര് നടത്തുന്നുണ്ടോ അത്തരം ആളുകളുടെ മനസ്സിലേക്ക് ഈ പ്രകാശം കടന്നു ചെന്നിട്ടുണ്ട് എന്നതാണ്. ആയത്തിൻ്റെ വിശദീകരണമായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ 3 കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. പരലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കിനുള്ള താല്പര്യം, ഇഹലോകമെന്ന് പറയുന്ന വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വ്യഗ്രത, അതേപോലെ തനിക്ക് കണക്കാക്കിയിട്ടുള്ള മരണമെന്നുള്ള ഏറ്റവും ഉറപ്പായ സംഗതിക്ക് മുമ്പായി തയ്യാറെടുപ്പിനുള്ള ഒരു താല്പര്യം. ഈ സംഗതികൾ
ഒരാളിലുണ്ട് എങ്കിൽ തീർച്ചയായും അയാളുടെ മനസ്സ് വിശാലമാണ്, ആ മനസ്സിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം കടന്നു ചെന്നിട്ടുണ്ട് എന്നതാണ് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറ ഹദീദിലെ 16-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്നി ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിച്ചു കിട്ടിയിട്ടുള്ള വമാ നസല മിനൽ ഹഖ്, പടച്ചവനിൽ നിന്ന് അവതീർണമായിട്ടുള്ള ആ സത്യത്തിലേക്കും മനസ്സ് കീഴൊതുങ്ങാൻ ഇനിയും സമയമായിട്ടില്ലേ? ഈ ആയത്ത് ആർക്കാണ് അവതരിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. പ്രവാചകന്റെ അനുചരന്മാരാണ് ഒന്നാമത്തെ അഭിസംബോധിതരായ ആളുകൾ. അവരാണ് ആദ്യമായി കേൾക്കുന്നത്, നിങ്ങൾക്കിനിയും സമയമായിട്ടില്ലേ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാനും പടച്ചവനിൽ നിന്ന് അവതരിച്ച് കിട്ടിയിട്ടുള്ള ആ സത്യസന്ദേശത്തിലേക്ക് കീഴൊതുങ്ങുവാനും അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്മരണയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ചായ്വുള്ളതാകാനും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായിട്ടില്ലേ? ഫത്വാല അലൈഹിമുൽ അമദ്, കാലം പിന്നിട്ടപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, വേദക്കാരുടെ ഹൃദയങ്ങൾ കടുത്തുപോവുകയാണ് ഉണ്ടായത്. വകസീറൻ മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ദുർമാർഗികളാകുന്നു. ഒരു വലിയ ജാഗ്രതയോടുകൂടി, അതിനേക്കാൾ അത്ഭുതത്തോടു കൂടിയാണ് ഈ വചനം ഓരോ വിശ്വാസിക്കും വായിക്കാൻ കഴിയുക. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്കും യാതനകൾക്കും ശേഷമാണ് ഞങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരല്പം ആശ്വാസം ലഭിച്ചു. ശത്രുക്കളുടെ ഉപദ്രവങ്ങളില്ല, സ്വസ്ഥമായി സ്വച്ഛമായി അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യാനുള്ള അവസരമുണ്ടായി. അല്പസ്വല്പം ദുനിയാവിനെ പറ്റിയുള്ള ചിന്ത ഞങ്ങളിലുണ്ടായി. ഞങ്ങളിലെ കച്ചവടക്കാർ കച്ചവടങ്ങളിലേക്കും ദുനിയാവ് സമ്പാദിക്കുന്ന മറ്റു മാർഗങ്ങളിലേക്കും ഒക്കെ ഒരു ശ്രദ്ധ തിരിഞ്ഞു പോയപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. കേവലം 4 വർഷമേ പിന്നീടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. 13 വർഷത്തെ ദീർഘമായിട്ടുള്ള യാതനകൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരല്പം ആശ്വാസം വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, മലു ഇല ദുനിയ വ അറളു അൻ മവാഇദില്ലാ, ദുനിയാവിലേക്കൊരല്പം ചായ്വുണ്ടായി, പടച്ചവനിൽ നിന്നുള്ള ഉപദേശങ്ങളിൽ നിന്നൊരല്പം വിമുഖത ഉണ്ടായി കഴിഞ്ഞപ്പോൾ അള്ളാഹു ഉടനെ ആയത്ത് അവതരിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ഗൗരവമുണ്ട്. മനസ്സുകൾ മാറിപ്പോകാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് നമ്മെ പറ്റിയുള്ളൊരു ആലോചന എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഒരു സമൂഹം നശിക്കാൻ ഏറ്റവും ആദ്യമായി അവരിൽ സംഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്, ഷിദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ഇന്ന അവ്വല മാ യർഫഉ മിനന്നാസ് അൽ ഖുശൂ, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമെന്നതാണ്. അവരിൽ നിന്ന് ഉയർന്നു പോകും. പടച്ചവനെ പറ്റിയുള്ള പേടി ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി പോവുക. എന്തും വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്ന എനിക്ക് ആരെയും ഭയമില്ല. എന്നിൽ വന്നിലിരിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ഞാനീ പറയുന്ന സംഗതികളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്ന മലക്കുകളുണ്ട്. നാളെ ആ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിചാരണ ചെയ്യുമെന്നുള്ള യാതൊരു പേടിയും എനിക്കില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും, മതം കൈയാളുന്നവരിലും അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ഇസ്ലാം സൂക്ഷിച്ച് ജീവിക്കാൻ, ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ ഓരോരുത്തരും അവരുടെ കച്ചവടങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, വൈവാഹിക ജീവിതങ്ങളിൽ, വസ്ത്രങ്ങളിൽ, അതേപോലെ സാംസ്കാരികമായിട്ടുള്ള മറ്റു പരിപാടികളിൽ ഒന്നിലും പടച്ചവനെ പേടി വരുന്നില്ല. അതൊരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ
മുഖ്യമായ ഭാഗമാണ് എന്ന് ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. മറ്റൊന്ന് അനുകരണമാണ്. ഒരാൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ. നമ്മൾ മറ്റുള്ളവരെ നോക്കുകയാണ്. ആൾക്കൂട്ടങ്ങളാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹനമായ ചില വാഗ്ദാനങ്ങളാണ് നമ്മെ വേണ്ടാത്ത പലതും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പലതും നമ്മളെ വാങ്ങിപ്പിക്കുന്നത് ഓഫറുകളാണ് എന്ന് പറയുന്നത് പോലെ ചില അനുകരണങ്ങളിൽ പെട്ടുപോവുകയാണ് നമ്മൾ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയുകയാണ്, നഹല്ലാഹുൽ മുഅ്മിനീന അൻ യതശബ്ബഹു ബില്ലദീന ഹമലുൽ കിതാബ മിൻ ഖബ്ലിഹിം. അവരുടെ മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ അനുകരിക്കുന്നതിനെ സംബന്ധിച്ച്, അനുകരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അവരോട് വിരോധിക്കുകയാണ്. അനുകരണം പാടില്ല എന്നതാണ്. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹുമായിട്ടുള്ള വിശ്വാസമാണ് നമുക്ക് പറയാൻ കഴിയുക. അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള താല്പര്യമാണ് പറയേണ്ടത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, മൻ അഹബ്ബലില്ല, ആരാണോ പടച്ചവന് വേണ്ടി സ്നേഹിച്ചവൻ, വ അബ്ഗദലില്ല, ആരാണോ അള്ളാഹുവിന് വേണ്ടി കോപിച്ചവൻ, വ അഴ്ത്താലില്ല, ആരാണോ അള്ളാഹുവിന് വേണ്ടി നൽകിയവൻ, വ മനാലില്ല, ആരാണോ അള്ളാഹുവിന് വേണ്ടി നൽകാതെ തടഞ്ഞവൻ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, തീർച്ചയായും അവൻ്റെ ഈമാനാണ് പരിപൂർണമായിട്ടുള്ളത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി എന്നത് ജീവിതം കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തിയവരാണവർ. അത്തരമൊരു നിലപാട് നമുക്കില്ല. നമ്മൾ മറ്റു പലരെയും അനുകരിക്കുന്നു. സെലിബ്രിറ്റികളെ നമ്മൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെയും പിന്നാമ്പുറങ്ങളിൽ കൊഴുത്തുനാറുന്ന ഒരുപാട് സംഗതികളുണ്ട് എന്നറിയുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ അത്തരം ആളുകളെ നമ്മൾ അനുകരിക്കുന്നു. മതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പൗരോഹിത്യത്തിന് കീഴ്പ്പെടുകയാണ്. നമ്മളെ ഏത് പാരമ്പര്യവും എത്ര സംസ്കരണവും എത്ര പരിഷ്കരണവും കടന്നു വന്നാലും ഇസ്ലാഹിൻ്റെ ആളുകൾക്ക് പോലും ചിന്തിക്കുകയാണ്. അധിക പണ്ഡിതന്മാരും ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടാൽ നമ്മൾ അവിടേക്ക് വീഴുകയാണ്. ഒരു വിഷയത്തിൽ എങ്ങനെയാണ് മാനദണ്ഡം എന്നതിനെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മൾ മാറ്റിവെക്കുകയാണ്. ഫൈൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 59-ാമത്തെ വചനം. നിങ്ങളൊരു കാര്യത്തിൽ തർക്കത്തിലായാൽ, നിങ്ങൾക്കൊരു കാര്യത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ ദീനിലേക്കും നിങ്ങൾ മടക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കും മടക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് മടക്കുക ഇലാ കിതാബില്ല, പടച്ചവൻ്റെ കിതാബിലേക്കാണ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മടക്കുക എന്നതിനർത്ഥം സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിലേക്ക് മടക്കുക എന്നതാണ്. പക്ഷെ അതിന് പകരം നമ്മളവിടെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും കാണാണ്. ഇന്ന മഹാന്മാരൊക്കെ, ഇന്ന കോജമാരൊക്കെ, ഇന്ന ഇമാമുമാരൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നുകൊണ്ട് മയ്യത്തിൻ്റെ ബന്ധുക്കൾ കരഞ്ഞാൽ ആ കരച്ചിലിൻ്റെ പേരിൽ ആ മരിച്ചുപോയ വ്യക്തി നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഹദീസ് ഉദ്ധരിക്കുകയാണ് ഒരു സ്വഹാബി വര്യൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖറ, ഒരാൾ മറ്റൊരാളുടെ പാപം പേറുകയില്ല എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ വചനം ഇവിടെ കൃത്യമായി ഉണ്ടായിരിക്കെ മറ്റൊരു വചനത്തെ കൊണ്ട് ആ വചനത്തെ നീ മാറ്റിവെക്കുകയാണോ, അതിനെ നീ തമസ്കരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ്റെ ചര്യയുമാണ്. ആ രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അവിടെയൊക്കെയും നമ്മൾ അനുകരണത്തിൻ്റെ ആളുകളായി വരുന്നു. ഇന്ന ഷെയ്ഖിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന അവർകൾ അദ്ദേഹം കണ്ടിട്ടുള്ള തെളിവ് എന്താണ് എന്നോ അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്നോ മനസ്സിലാക്കാതെ അത് സ്വീകരിക്കുന്നിടത്തേക്ക് അതിനെ പിൻപറ്റി നമ്മളിങ്ങനെ പോവുകയാണ്. മദ്ഹബിൻ്റെ ഇമാമുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള
ഏറ്റവും വലിയ കൗൽ എന്ന് പറയുന്നത്, ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രവാചകൻ്റെ വചനം ശരിയായി വന്നുവോ അതിനെ നിങ്ങൾ സ്വീകരിക്കണം, എൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ മാറ്റിവെക്കണമെന്നത്. ഈ സുന്ദരമായ അഭിപ്രായം കൊണ്ടാണ് അബൂ ഹനീഫയുടെ മരിച്ചവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മരിച്ചിടത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരിച്ച ആൾക്കും കിട്ടുകയില്ല, പാരായണം ചെയ്യുന്നവനും ലഭിക്കുകയില്ല എന്നൊരാശയത്തിലേക്ക് ഇമാം ഷാഫി തിരിച്ചു പോകുന്നത്. കാരണം ഒരാളും മറ്റൊരാളുടെ പാപം പേറുകയില്ല, ഓരോരുത്തർക്കും അവനവൻ ചെയ്തത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ്. മഹാന്മാർക്കതൊരു വിഷയമായില്ല. എൻ്റെ ഉസ്താദ് എന്താ പറഞ്ഞത്, ആ പറഞ്ഞത് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അനുകരണശീലം അവർക്കുണ്ടായില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇത്തരം അനുകരണശീലങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. അത് നമ്മൾ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കണം. ഏതൊരു കാലഘട്ടത്തിലും മുജാഹിദുകൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്താണ് തെളിവ് എന്നുള്ളതാണ്. അവരെപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കും. ആ തെളിവ് ചോദിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത് ഖുർആനിൽ നിന്ന് അല്ലാഹു എന്ത് പറഞ്ഞു എന്നുള്ളതാണ്, പ്രവാചകൻ്റെ ചര്യയിൽ അതിനെന്താണ് സ്ഥാനം എന്നുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടങ്ങുകയാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ അതിൽ മേലെയുണ്ട് എങ്കിലും, നമ്മുടെ താല്പര്യങ്ങൾ മറ്റു പലതാണ് എങ്കിലും അതിലേക്കൊന്നും നമ്മൾ ചാഞ്ചാടിയിരുന്നില്ല. ആ ഒരു നല്ല കാലത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞത്, വലാ തക്കൂനു, നിങ്ങളാകരുത് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ വേദക്കാരെ അനുകരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളായിപ്പോകരുത് എന്നതാണ്. ചില ഇസ്രായേലിയത്തുകൾ കഥകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആകൃഷ്ടരായി പോവുകയാണ്. തട്ടമിട്ട ചില മൗലവിമാർ വലിയ കൊട്ടേഷനുകളൊക്കെ എടുത്ത് ഓരോ ഭാഗങ്ങളിലും അവരിങ്ങനെ വലിയ സൗകര്യങ്ങളൊക്കെ എടുത്ത് വാഴലൊക്കെ നടത്തി കഴിയുമ്പോൾ അത്തരം വാഴലുകളിൽ ആകർഷണീയരായി പോകുന്ന സമൂഹത്തിലെ അർദ്ധഭാഗത്തിലധികമുള്ള സ്ത്രീകളും ഈ അനുകരണങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളാണ്. ഖുർആനിൻ്റെ സ്ഥാനത്ത് ചില ഗ്രന്ഥങ്ങൾ കടന്നു വരികയാണ്. മനാസിക്കുകൾ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ പറ്റിയ അത്തരം അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് ഈ അനുകരണത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടതുണ്ട്. നമ്മൾ ഒരാളെയും അനുകരിക്കേണ്ടതില്ല. നമുക്ക് മാർഗദർശകമായി നമ്മുടെ ഇമാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നയിക്കുന്നിടത്തേക്ക് പോകാൻ യാതൊരു പ്രയാസവുമില്ലാതെ, യാതൊരു ടെൻഷനുമില്ലാതെ, ആശങ്കയുമില്ലാതെ ആ ഒരു രീതിയിലേക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, റജുലു അലാ ദീനി ഖലീൽ, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് അവൻ ആലോചിച്ച് നോക്കട്ടെ അവൻ ആരെയാണ് സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. ഉള്ളകള്ളികൾ വെളിവാക്കുന്ന ആത്മമിത്രമായ കൂട്ടുകാർ പറയുമ്പോൾ പലതും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി മാറാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തെ പറ്റിയാണ് പ്രവാചകൻ ഈ ആശങ്ക ഉന്നയിക്കുന്നത്. കൂട്ടുകാർ പറയുമ്പോൾ, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾ കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കും. ഇണയാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെ കൂട്ടുകാരനേക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഉറപ്പിച്ചു വച്ച കല്യാണങ്ങൾ എത്രയോ ഒഴിഞ്ഞു പോകാറുണ്ട്, ചങ്ങാതിക്ക് പറ്റിയില്ല എന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകാതെ നമ്മുടെ ജീവിതത്തെ ദീനുമായി കണക്ട് ചെയ്യാൻ, പ്രമാണങ്ങളുമായി ബന്ധിതമാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 30-ാമത്തെ വചനം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, വക്രതയില്ലാതെ നീ നിൻ്റെ മുഖത്തെ ദീനിലേക്ക് തിരിച്ചു നിർത്തുക. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു ഏതൊരു ശുദ്ധപ്രകൃതിയിലാണോ ഈ ലോകത്തെ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതേ ശുദ്ധപ്രകൃതി തന്നെയാണ് മതമെന്ന് പറയുന്നത്. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിഘടനയിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എത്ര കൃത്യമാണോ ആ കൃത്യതയാണ് ഈ ദീനിലുള്ളത്. ആ ലോകാവസാനം വരെ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് വളവില്ലാതെ വക്രതയില്ലാതെ ഹനീഫായിക്കൊണ്ട് ദീനിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ
ആ അള്ളാഹു അവൻ്റെ വചനങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രവാചകനിൽ നിന്ന് മറ്റൊരു വചനം, മാമിനും മൗലിദിൻ യൂലദു അലൽ ഇല്ലാ അലൽ ഫിത്ര, ഏതൊരു കുഞ്ഞും ഈ ദുനിയാവിൽ പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മാതാപിതാക്കളാണ് ഒരാളെ യഹൂദിയും മറ്റൊരാളെ ക്രൈസ്തവനും വേറൊരാളെ മജൂസിയും ഒക്കെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് ആ ശുദ്ധ പ്രകൃതി, ഈ ദുനിയാവിൻ്റെ ശുദ്ധത എത്രമാത്രമുണ്ടോ, ഈ അണ്ടകടാഹങ്ങളുടെ ശുദ്ധത എത്രമാത്രമുണ്ടോ, അതേ ശുദ്ധതയുള്ള നൈർമല്യമുള്ള ദീനിൻ്റെ വാഹകരായി മാറാനാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ വിമലമാക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത് അനുകരണങ്ങളാണ്, തക്ലീദുകളാണ്. അതിനെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത്, പാപങ്ങൾ കടന്നു വരുന്നതിന് ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറ മുത്തഫിഫീനിലെ 14-ാമത്തെ വചനം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല, അങ്ങനെ വേണ്ട, തീർച്ചയായും മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം ഹൃദയങ്ങളിൽ കറകളുണ്ടായിരിക്കും, മനസ്സുകൾ കറയുള്ളതായി തീർന്നിരിക്കുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച പ്രവാചകൻ ഉദ്ധരിക്കുന്ന വചനം ഇങ്ങനെയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത്ത് നുക്തത്തു സൗദാഉ ഫീ ഖൽബി. ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, അയാൾ പശ്ചാത്തപിച്ചു മടങ്ങുകയും പാപമോചനം നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ സഖല ഖൽബുഹു മിൻഹ, അയാളുടെ ഹൃദയം അതിലൂടെ ശുദ്ധിയാകുന്നതാണ്. ഫഇൻ സാദ സാദത്ത് ഹത്താ തഅലു ഖൽബുഹു, എന്നാൽ ആ പാപം ഇങ്ങനെ അടിക്കടി ചെയ്തുകൊണ്ടിരുന്നാൽ, വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ പാപം അയാളുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നതാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, പാപത്തിൻ്റെ കറ ഹൃദയം ആകെ മൂടുന്ന അവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോകുമെന്നാണ് പറയുന്നത്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ അന്തരാളങ്ങളിൽ പോലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ആധുനിക കുറ്റാന്വേഷണ വിഭാഗങ്ങളിലൊക്കെ അത്തരം ചില രംഗങ്ങളുണ്ട്. മറ്റേ കളവ് പറയുന്നതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ ബീറ്റുകൾ പോലും കൃത്യമായി രേഖപ്പെടുത്തുന്ന സംവിധാനങ്ങൾ പുതിയ കാലഘട്ടങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ്, അതിലേക്ക് വെളിച്ചം വീശുന്ന വചനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും. ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറ തൗബയിലെ 127-ാമത്തെ വചനം അള്ളാഹു പറയുന്നുണ്ട്, സറഫല്ലാഹു ഖുലൂബഹും, ചിലരുടെ ഹൃദയങ്ങളെ അള്ളാഹു തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. ബി അന്നഹും ഖൗമൻ ലാ യഫ്ഖഹൂൻ, കാര്യം ഗ്രഹിക്കാത്ത കപടവിശ്വാസികളായ ആളുകൾ, എത്ര കണ്ടാലും എത്ര കേട്ടാലും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത അടഞ്ഞ മനസ്സിൻ്റെ ആളുകൾ, അത്തരം ആളുകളെ അള്ളാഹു സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്നാണ് പറയുന്നത്. ആ ഒരവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നമ്മെ വീണ്ടെടുക്കാൻ കഴിയുക. എനിക്കൊരു പാപവുമില്ല, ഞാൻ എല്ലാവരേക്കാളും കേമനാണെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമ്മളുടെ ഗ്രാഫ് അവസാനിക്കുകയാണ്, നമ്മുടെ പുരോഗതി അവസാനിക്കുകയാണ്, നമ്മുടെ വളർച്ച മുരടിക്കുകയാണ്. അത് പാടില്ല. നോക്കൂ നിങ്ങൾ, പാപം ചെയ്യാത്ത പ്രവാചകൻ ഒരു ദിവസം 100-ലധികം തവണ അള്ളാഹുവിനോട് പാപമോചനം നടത്തിയിരുന്നതായി ഹദീസുകളിൽ കാണാവുന്നതാണ്. തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെ ഏടുകളിലാണോ കർമ്മങ്ങളുടെ ഏടുകൾ നാളെ പരലോകത്ത് ലഭിക്കുമ്പോൾ ഓരോ മനുഷ്യനും ആ ഏടുകൾ പരിശോധിച്ച് നോക്കും. ആ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറുള്ളത് ആരുടെ ഏടുകളിലാണോ അത്തരം ആളുകൾക്ക് സർവമംഗളങ്ങളും എന്ന് പ്രവാചകൻ ആശീർവദിക്കുകയാണ്. നമുക്ക് ഒരു ദിവസം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവനവൻ്റെ തെറ്റിനെ സംബന്ധിച്ച് എത്ര കണ്ട് പശ്ചാത്തപിക്കാൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളാണ് അന്വേഷിക്കാറ്. ഞാൻ എൻ്റെത് അന്വേഷിക്കുന്നതിന് പകരം എനിക്ക് ഏറ്റവും എളുപ്പം എൻ്റെ കൂടെ കഴിയുന്ന ആളുകളുടെ കുറവുകൾ നോക്കാനാണ്. അയാളുടെ വർത്തമാനത്തിലുള്ള കുഴപ്പം, അയാൾ ഇടപെടുന്നിടത്തിലുള്ള സ്ഖലിതങ്ങൾ, അയാളുടെ ബന്ധങ്ങളിലുള്ള കുറവുകൾ, ഇങ്ങനെയൊക്കെ നോക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഇമാം ഗസാലി പ്രവാചകനിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്,
തൂബാ ലിമൻ ശഗലഹു ഐബഹു അൻ ഉയൂബിൻ നാസ്. അവനവൻ്റെ കുറവുകൾ അന്വേഷിക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ കുറവുകൾ കാണാതെ പോയ ആളുകൾക്ക് മംഗളമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കുറവുകൾ അന്വേഷിക്കുന്നതിനിടയിൽ നിങ്ങളുടെ വീഴ്ചകൾ എനിക്ക് കാണാനേ പറ്റിയില്ല, നിങ്ങളുടെ കുറവുകൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അതിനേക്കാൾ കൂടുതലായി ഞാൻ എന്നിൽ ജാഗ്രതയുള്ളവനായിരുന്നു, അതിനേക്കാൾ കൂടുതലായി ഞാൻ എന്നെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു. ഞാൻ രക്ഷപ്പെടുമോ, പരലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ആലോചനയിൽ, എൻ്റെ കുറവും എൻ്റെ തെറ്റുകളെ സംബന്ധിച്ചുള്ള ആലോചനയിൽ നിങ്ങളുടെ വമ്പൻ തെറ്റുകൾ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ള എനിക്കാകുന്നു സർവമംഗളങ്ങളും എന്നാണ് ആ ഹദീസിലൂടെ പറയുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. മനസ്സുകൾ നന്നാവുക എന്നതാണ് ആത്യന്തികമായി ഒരാൾ വിജയിയായി തീരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സുകൾ ഇനിയും പാകപ്പെടേണ്ടതുണ്ട്. നമ്മൾ നന്മയിൽ കൂടുതലായി മത്സരിക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുമായിട്ടുള്ള അടുപ്പം നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അനുകരണങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നതാണ്. രണ്ടാമത്, നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു ആത്മവിചാരണ നമുക്കുണ്ടാകണം. പാപങ്ങളെ പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്തഖ്ലിമീന അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം എന്നുള്ളത് ഒരു വലിയ പരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, രോഗം വന്ന ആൾക്കായിരിക്കും പരീക്ഷണം എന്നതാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് രോഗമുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റു കുടുംബ അംഗങ്ങൾക്കും അതിലൂടെ അവർ പരീക്ഷിക്കപ്പെടുകയാണ്. അയൽവാസികൾ പരീക്ഷിക്കപ്പെടുകയാണ്. സൗഹൃദ വലയങ്ങളിലുള്ള ആളുകൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഈ നാട്ടിൽ ഒരു വലിയ രോഗിയായ മനുഷ്യൻ, ഒരു കിഡ്നി പേഷ്യൻ്റോ അല്ലെങ്കിൽ നടുവിന് താഴേക്ക് തളർന്ന് കിടപ്പിലായി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിലൂടെ പരീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിൻ്റെ ഗൗരവം എത്രയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ യൗമൽ ഖിയാമ. പുനരുദ്ധാന നാളിൽ അള്ളാഹു പറയുന്നതായിട്ടാണ് പറയുന്നത്, ഖുദ്സിയായ വചനം. യാ ഇബ്ന ആദം, ആദമിൻ്റെ പുത്ര, മരിൽത്തു, ഞാൻ രോഗിയായിരുന്നു, ഫലം തഅദുനി, നീ എന്നെ വന്ന് സന്ദർശിച്ചില്ല. ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്. നമ്മൾ അള്ളാഹിനെ സന്ദർശിച്ചില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ആക്ഷേപം. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന അത്ഭുതം ആ മനുഷ്യനുണ്ടാകും. അയാൾ പറയും, യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. അല്ലയോ രക്ഷിതാവേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? നീ ലോകരക്ഷിതാവല്ലേ, ലോകരക്ഷിതാവായ നിന്നെ എങ്ങനെ സന്ദർശിക്കാൻ കഴിയുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. കാല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, എൻ്റെ ദാസൻ ഇന്നയിടത്ത് ഇന്ന ആള് രോഗിയായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നു. ഫലം തഇദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉൽതഹു ലവജദ്തനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ്റെ ചാര നിനക്കെന്നെ കാണാമായിരുന്നു. വലിയ ഗൗരവമുള്ളൊരു വചനമാണ്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, കിടപ്പിലായി പോകുന്ന ഒരാളെ സന്ദർശിച്ചാൽ പടച്ചവനെ സന്ദർശിക്കുമാറുള്ള പ്രതിഫലം എന്ന് പറയുന്നത്
ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ്. അത്രയും വലിയ പ്രതിഫലത്തിന് ഉടമയായി തീരും ഒരു രോഗിയെ ആ ഒരു നെയ്യത്തോടു കൂടി സന്ദർശിക്കുക എന്നത്. പറഞ്ഞു വരുന്നത്, ജനുവരി 15-ാം തീയതി പാലിയേറ്റീവ് ഡേയാണ്. സാന്ത്വന ചികിത്സാ രംഗത്ത് കിടപ്പിലായി പോയിട്ടുള്ള രോഗികൾ ഇനി അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയില്ല എന്നിടത്താണ് അത്തരം ആളുകളുടെ കിടപ്പ്. അത്തരം ആളുകൾ സന്ദർശിക്കുന്ന ആളുകൾ പറയുന്നൊരു അനുഭവമുണ്ട്. കൈക്ക് പിടിക്കുകയാണ്, ഒരല്പനേരം കൂടി ഇരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഈ വളണ്ടിയേഴ്സിന് പല വീടുകളിലും കയറാറുണ്ട്. ആ സാധുക്കൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന പണമോ നിങ്ങൾ കൊടുക്കുന്ന പട്ടുടയാടകളോ അല്ല, ഒരല്പനേരം അവരുടെ മനസ്സ് തുറക്കാൻ അതിനുവേണ്ടി തയ്യാറായി പോകാൻ കഴിയുമോ എന്നതാണ്. എന്താണ് ആ വിളിയുടെയൊക്കെ ഒരു അർത്ഥമെന്ന് പറയുന്നത്? ജീവിതത്തിൻ്റെ അവസാന രംഗത്ത് ആലോചിച്ച് നോക്കൂ, അത്തരം ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. അവർ വീട്ടിലുണ്ട് എങ്കിൽ അവരോടൊരു അഭിപ്രായം ചോദിക്കാറില്ല. പാപ്പ കിടപ്പിലാണ്, ഉമ്മ കിടപ്പിലാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതുകൊണ്ട് തീർന്നു. അവർക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയം എത്രയാണ്? നമ്മൾ ചിലവിന് കൊടുക്കാറുണ്ടാകും, നമ്മൾ ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ടാകും, മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അവരോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം എത്ര കണ്ട് എനിക്ക് നിങ്ങൾക്കുമുണ്ട്? നല്ലപോലെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പറയുന്നൊരു സംഭവമുണ്ട്, വരാനിരിക്കുന്നൊരു ദുരന്തമുണ്ട്. അതിങ്ങനെയാണ്, നമ്മുടെ ആയുർദൈർഘ്യം ശരാശരിയേക്കാൾ ഏറ്റവും കൂടുതലാണ്, ലോക നിലവാരത്തിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. അത്രയും ആരോഗ്യവാന്മാരാണ് നമ്മൾ. അതിൻ്റെ ദുരന്തം എന്താണ് എന്ന് വെച്ചാൽ, അടുത്ത 50 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്നൊരു ദുരന്തം എന്ന് പറയുന്നത് വൃദ്ധന്മാരുടെ നാളായി ദൈവത്തിൻ്റെ ഈ നാട് മാറിപ്പോകുമെന്നുള്ളത്. അധിക ആളുകളും വൃദ്ധരായിരിക്കും. വൃദ്ധജനങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം കിടപ്പ് രോഗികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. എൻ്റെ വീട്ടിൽ തന്നെ 1 or 2 ഉള്ളപ്പോൾ അയൽവക്കത്തെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വാപ്പയും ഉമ്മയെയും പരിചരിക്കാനോ എന്തെങ്കിലും കുശലാന്വേഷണങ്ങൾ നടത്താനോ കഴിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ കുടുംബവും മാറിപ്പോകും. നമ്മൾ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് നോക്കി വലിയ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിയ നമ്മുടെ മക്കൾ തിരിഞ്ഞു നോക്കാനുണ്ടാകില്ല എന്നതാണ്. അവർ യൂറോപ്പിലേക്ക് പോവുകയാണ്. ആ പോകുന്ന ആളുകൾ പശ്ചിമേഷ്യയിലേക്ക് പോകുന്ന പോലെ തിരിച്ചു വരുന്നില്ല, അവരവിടെ സെറ്റിലാവുകയാണ്. അങ്ങനെ വന്നാൽ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, വയസ്സായ കുറേ ആളുകൾ. അതിനൊരു മുൻകരുതൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഓരോരുത്തരും രോഗികളെ പരിചരിക്കാൻ പറ്റിയവരായി മാറേണ്ടതുണ്ട്. അതിനെ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് എന്നുള്ള രീതിയിൽ SIP എന്ന് പറയുന്നൊരു പുതിയ സംവിധാനം ഗവൺമെൻറ് തലത്തിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. ആ പരിശീലനങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെയും നൽകാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നിങ്ങൾ വന്ന് കിടക്കേണ്ടി വന്നാൽ ആ കിടപ്പിൽ നോക്കാൻ കോരിക്ക് കൊടുത്തു വരുന്ന ആളെ പ്രതീക്ഷിച്ചിരിക്കാതെ അവനവൻ്റെ മക്കൾ നോക്കുന്ന അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്. ഇതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയി തിരിച്ചു വരുന്നത് വരെയും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്നും സ്വർഗത്തിലാണ് എന്നൊക്കെ പറയുന്ന ഹദീസ് വചനങ്ങളുണ്ട്. അതിൻ്റെ ഗൗരവം എത്രയാണ്! വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകൾ പറയുന്നിടത്ത് ഒരു ബാധ്യത പറയുന്നത് രോഗിയായാൽ സന്ദർശിക്കുക എന്നതാണ്. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന താല്പര്യം പലപ്പോഴും രോഗിയാകുമ്പോഴുള്ള സന്ദർശനത്തിന് കാണുന്നില്ല. ആ അവസ്ഥ മാറേണ്ടതുണ്ട്. ഏതൊരു ദിനാചരണവും അതിൻ്റെ അന്തസ്സോടുകൂടി അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ കടമകൾ തൊട്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിവർത്തിപ്പിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.